ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2025 പൊതുപരീക്ഷ 8-9 തീയതികളിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താൻ പറ്റിയ അടുത്ത താരീഖുൽ ഇസ്ലാമിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ പാഠഭാഗങ്ങളൊക്കെ റിവിഷനായിട്ട് ചെയ്യുന്ന മറ്റു വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ലഭിക്കാൻ നിങ്ങൾ എൻ്റെ മൊബൈൽ നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. 82 89 89 29 85. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഉപകാരപ്പെടുത്താം. നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്തെടുക്കുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം വരുന്നതാണ്, കിതാബുൽ ബുഖാലഇൻ്റെ രചയിതാവ് ആരാണ്? അൽ ജാഹിൽ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് 10ാമത്തെ പാഠത്തിൽ മഹാന്മാരുടെ ഗ്രന്ഥങ്ങളും അവരുടെ വിജ്ഞാന ശാഖയൊക്കെ. അപ്പം അത് നന്നായി മനസ്സിലാക്കി പഠിക്കുക. കിതാബുൽ ബുഖാലഇൻ്റെ രചയിതാവ് ജാഹിൽ, വിഷയം നസ്റാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? ഗണിതശാസ്ത്രത്തിലെ ഒരു ഗ്രന്ഥമാണേത്? കിതാബുൽ ജബർ. അപ്പോൾ അത് ടിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെയൊക്കെ പുള്ളി ഇല്ല, അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. കിതാബുൽ ജബറാണ് ഗണിതശാസ്ത്രത്തിലെ ഗ്രന്ഥം, മനസ്സിലാക്കുക. അടുത്ത എന്താണ്? സയ്യിദ് ഹാജ മൊയ്നുദ്ദീൻ ചിശ്തി റഹിമഹുല്ലാഹു ചെയ്യുന്നത് എവിടെയാണ്? അജ്മീറിലാണ്. അപ്പോൾ നമുക്കത് ടിക്ക് ചെയ്യാം. അടുത്ത മുസ്ലിങ്ങളെ കാഫിറുകളും മുഷ്രിക്കുകളുമായി ചിത്രീകരിച്ചു. ആരായിരുന്നു? മുഷ്രിക്കുകളെ കാഫിറുകളും മുഷ്രിക്കുകളുമായി ചിത്രീകരിച്ചത് വഹാബികളാണ്. അപ്പോൾ ടിക്ക് ചെയ്യാം. അടുത്തത് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ വർഷം 1947 ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യം ഏതാണ്? ഇന്തോനേഷ്യയാണ്. ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യം ഇന്തോനേഷ്യയാണ്. ഇനി ചേരുംപടി ചേർക്കാനാണ്. എന്താ വന്നത്? ഇന്ത്യൻ ജനസംഖ്യയിൽ മുസ്ലിങ്ങൾ എത്രയാണ്? 20%. 20%. അപ്പോൾ അതിൻ്റെ ബി നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം. അടുത്തത് കേരളത്തിൽ മുസ്ലിങ്ങൾ എത്രയാണ്? കേരളത്തിൽ 27%. അപ്പോൾ അതിൻ്റെ എ എഴുതാം. അടുത്തത് അലിയിബ്നു ഹിസാമുദ്ദീൻ. അറബി ഭാഷയിലെ ഗ്രന്ഥങ്ങൾ അലിയിബ്നു ഹിസാമുദ്ദീൻ ഏതായിരുന്നു? കൻസുൽ ഉമ്മാൽ. അപ്പോൾ അതിൻ്റെ ഈ ഏതാ? അടുത്ത ഷെയ്ഖ് നിലാമുദ്ദീനിൻ്റെ നേതൃത്വത്തിൽ രചിക്കപ്പെട്ട ഫതാവൽ ഹിന്ദിയ. അപ്പോൾ അതിൻ്റെ സി നമുക്ക് അവിടെ എഴുതാം. അടുത്തത് സയ്യിദ് മുരിതല്ല സുബൈദി. എന്താണ്? താജുൽ ഉറൂസ്. അപ്പോൾ അതിൻ്റെ ഡി നമുക്ക് അവിടെ എഴുതാം. അപ്പോൾ അതൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. അതിൽ ഇനിയും പേരുകൾ വരുന്നുണ്ട്. സയ്യിദ് മുർത്തല്ല സുബൈദി, ഷാഹു വലിയുല്ലാഹിയുടെ ഹുജ്ജത്തുല്ലാഹിൽ ബാലിയ. അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. അതുപോലെ മാച്ച് ചെയ്യാൻ വരാം. ഇനി പൂരിപ്പിക്കാനാണ്. എന്താ വന്നത്? ഏറ്റവും പഴക്കമുള്ള മലയാള കൃതിയാണ് മുഹിദ്ദീൻ മാലയാണ്. ഏറ്റവും പഴക്കമുള്ള മലയാള കൃതി മുഹിദ്ദീൻ മാലയാണ്. അടുത്ത സമസ്തയുടെ പ്രഥമ പ്രസിഡന്റ് ഡേഷാണ്. ആരായിരുന്നു? വരക്കൽ മുല്ലക്കോയ തങ്ങളായിരുന്നു അതിൻ്റെ പ്രഥമ പ്രസിഡന്റ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ സ്ഥാപിതമായി വരക്കൽ മുല്ലക്കോയ തങ്ങളായിരുന്നു അതിൻ്റെ പ്രഥമ പ്രസിഡന്റ്. അപ്പോൾ അവിടെ പ്രഥമ പ്രസിഡന്റ് വരക്കൽ മുല്ലക്കോയ. അടുത്തത് സയ്യിദ് മുഹമ്മദ് ഷരീഫിൽ മദനി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് ഉള്ളാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് സയ്യിദ് മുഹമ്മദ് കാസിം വലിയുല്ലാഹി റളിയല്ലാഹു അൻഹുവിൻ്റെ മക്ബറ എവിടെയാണ്? അത് കവറത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് എന്താണ്? ഉമവി ഭരണം ഹിജ്റ 41 മുതൽ ഏതുവരെയാണ് നിലനിന്നത്? ഹിജ്റ 41 മുതൽ
132 വരെയാണ്. ഉമവി ഭരണം ഹിജ്റ 41 മുതൽ 132 വരെ നീണ്ടു നിന്നു. 14 പേര് ഭരണം നടത്തിയിട്ടുണ്ട്. ഉമവി ഖലീഫമാർ 14 പേരാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അടുത്തത് ഉമവി ഖിലാഫത്തിൻ്റെ ഏറ്റവും ശക്തനായ ഭരണാധികാരി ഡേഷാണ്. ആരാണ് ഏറ്റവും ശക്തനായ ഭരണാധികാരി? ഉമവി ഖിലാഫത്തിൻ്റെ ഏറ്റവും ശക്തനായ ഭരണാധികാരി അബ്ദുൽ മാലിക് ബിൻ മർവാൻ. അബ്ദുൽ മാലിക് ബിൻ മർവാനാണ്. ഏറ്റവും പ്രസിദ്ധനും സജ്ജരിതനുമായ ഭരണാധികാരി ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം 5ാം ഖലീഫ എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഭരണത്തിന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണത്തോട് സാദൃശ്യമുണ്ടായിരുന്നു. ഇതിനാൽ 2ാം ഉമർ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടത്. ആര്? ഉമർ ബിൻ അബ്ദുൽ അസീസ്. മനസ്സിലാക്കുക. അടുത്ത ഉത്തരം ഏതാനാണ്? ഉസ്മാനുൽ ആസി കണ്ട സ്വപ്നം എന്തായിരുന്നു? ഷെയ്ഖു കമറാനിയുടെ മടിത്തട്ടിൽ നിന്ന് ഒരു ചന്ദ്രൻ പുറപ്പെട്ടു. അത് തൻ്റെ മടിയിൽ വന്നെത്തി. അനന്തരം തൻ്റെ പൊക്കിൽ കൊടിയിൽ നിന്ന് ഒരു മരം മുളച്ചു. അത് ചക്രവാളം മുഴുവനും വ്യാപിച്ചു. അതാണ് ഉസ്മാനുൽ ആസി കണ്ട സ്വപ്നം. അനന്തരം ഷെയ്ഖ് കമറാനി തൻ്റെ മകളെ ആസിക്ക് വിവാഹം ചെയ്ത് കൊടുത്തു. ഉസ്മാനുൽ ആസിയാണ് ഖിലാഫത്ത് ഉസ്മാനിയയുടെ സ്ഥാപിച്ചത്. ഷെയ്ഖ് ഉസ്മാനുൽ ആസിയാണ് ഖിലാഫത്ത് ഉസ്മാനി സ്ഥാപിച്ചത്. ഉസ്മാനി ഖിലാഫത്തിൻ്റെ സ്ഥാപകനാര്? അതാണ് അതിന് ചോദ്യം വന്നത്. ഉസ്മാനുൽ ആസിയാണ് ഖിലാഫത്തുൽ ഉസ്മാനി സ്ഥാപിച്ചത്. അപ്പം ഉസ്മാനുൽ ആസി എന്ന് മനസ്സിലാക്കാം. അടുത്തത് അബ്ബാസി ഭരണകാലത്ത് ഏതൊക്കെ രംഗത്താണ് പുരോഗതി നേരിട്ടത്? ഏതൊക്കെയാണ്? അബ്ബാസി ഖലീഫമാരുടെ കാലം ഇസ്ലാമിൻ്റെ സുവർണ കാലമായിരുന്നു. മതവിജ്ഞാനങ്ങൾ, കലാസാഹിത്യം, സയൻസ്, ഫിലോസഫി, കൃഷി, വ്യവസായം എന്നിവയെല്ലാം അക്കാലത്ത് വൻ പുരോഗതി ഉണ്ടായി. അപ്പോൾ അക്കാലത്ത് വൻ പുരോഗതി ഉണ്ടായത് മതവിജ്ഞാനങ്ങൾ, കലാസാഹിത്യം, സയൻസ്, ഫിലോസഫി, കൃഷി, വ്യവസായം എന്നിവയിലെല്ലാം അക്കാലത്ത് വൻ പുരോഗതി ഉണ്ടായിരുന്നു. അബ്ബാസി യുഗം വിജ്ഞാനത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും യുഗമായിരുന്നു. നിരവധി വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ സ്ഥാപിതമായിട്ടുണ്ട്. അൽ അസ്ഹർ സ്ഥാപിതമായി. ലോകത്തെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് അബ്ബാസി കാലത്താണ്. ഹനഫി, മാലിക്കി, ഷാഫി, ഹംബലി മദ്ഹബുകൾ ക്രോഡീകരിക്കപ്പെട്ടത് അബ്ബാസി കാലഘട്ടത്തിലാണ്. പ്രധാന ഹദീസ് ഗ്രന്ഥങ്ങൾ ക്രോഡീകൃതമായതും ചരിത്രശാഖയിലെ പ്രധാന ഗ്രന്ഥങ്ങളും രചിക്കപ്പെട്ടതൊക്കെ ഈ കാലഘട്ടത്തിലാണ്. അപ്പം അത് അബ്ബാസി ഭരണകാലത്തിൽ പുരോഗതി പ്രാപിച്ചത് വിജ്ഞാനങ്ങൾ, കലാസാഹിത്യം, സയൻസ്, ഫിലോസഫി, കൃഷി, വ്യവസായം എന്നിവയിലാണ്. അപ്പോൾ മനസ്സിലാക്കാം. അടുത്തെന്താണ്? ഡൽഹി ആസ്ഥാനമാക്കി ഇന്ത്യ ഭരിച്ച മുസ്ലിം ഭരണകൂടങ്ങൾ ഏതൊക്കെയാണ്? AD 1001, അതായത് ഹിജ്റ 392, മുഹമ്മദ് അസ്നവി ഇന്ത്യയിൽ ഒരു മുസ്ലിം ഭരണം സ്ഥാപിച്ചു. പിന്നീട് ഗോറികളും, ശേഷം അടിമ വംശവും, തുടർന്ന് തുഗ്ലക് വംശം, സയ്യിദ് വംശം, ലോധികള്, മുഗളന്മാർ എന്നിവരും ഡൽഹി ആസ്ഥാനമായി ഇന്ത്യ ഭരിച്ചു. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കുക. നിങ്ങൾ എത്രാമത്തെ ചാപ്റ്ററിലാണ് അതൊക്കെ വരുന്നത്? 12ാമത്തെ ചാപ്റ്ററിലാണ്. അപ്പോൾ അത് നന്നായി മനസ്സിലാക്കി പഠിക്കുക. അതിലൊക്കെ മനസ്സിലാക്കി പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏതാ വരിക നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം എല്ലാം മനസ്സിലാക്കി പഠിക്കാം. അടുത്ത എന്താണ്? ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ആത്മീയ നേതൃത്വം നൽകിയ പണ്ഡിതന്മാരിൽ 3 ആളുടെ പേര് എഴുതുക. ആരൊക്കെയാണ്? നിങ്ങൾ 13ാമത്തെ പാഠത്ത് പറയുന്നുണ്ട്. ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് വൈജ്ഞാനികവും ആത്മീയവുമായ പുരോഗതിക്ക് നേതൃത്വം നൽകിയ സയ്യിദുമാർ, പണ്ഡിതന്മാർ, സൂഫികളുണ്ട്. അപ്പം അതിൽ ഓരോരുത്തരുടെ പേരുകളും പ്രത്യേകം പറയുന്നുണ്ട്. സയ്യിദുമാർ പറയുന്നുണ്ട്, സൂഫികൾ പറയുന്നുണ്ട്, ആത്മീയ നേതൃത്വം നൽകിയ പ്രമുഖ സയ്യിദുമാർ. അപ്പോൾ ഇവിടെ നിങ്ങൾ 13ാമത്തെ പാഠത്ത് പറയുന്നുണ്ട് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് വൈജ്ഞാനികവും ആത്മീയവുമായ പുരോഗതിക്ക് നേതൃത്വം നൽകിയ സയ്യിദുമാർ, പണ്ഡിതന്മാർ, സൂഫികളുണ്ട്. അപ്പം അതിൽ ഓരോരുത്തരുടെ പേരുകളും പ്രത്യേകം പറയുന്നുണ്ട്.
സയ്യിദുമാർ പറയുന്നുണ്ട്, സൂഫികൾ പറയുന്നുണ്ട്, പണ്ഡിതന്മാരുടെ പേര് പറയുന്നുണ്ട്. അപ്പം അതിൽ അഷൈഹു റമലാനു ഷാലിയാത്തി, അഷൈഹു മഹദൂമുൽ അവൽ, അഷൈഹു മഹദൂമുസാനി, കാലി മുഹമ്മദ്, സദഖത്തുല്ലാഹിൽ കാഹിര്, അങ്ങനെ കുറച്ച് പേരുകൾ പറയുന്നുണ്ട്. ഇന്ത്യയിൽ വൈജ്ഞാനിക നവോത്ഥാനത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ പണ്ഡിതരിൽ ചിലരാണ്. അപ്പം അതിന്ന് മൂന്നാളുടെ പേര് എഴുതാനാണ് ഇവിടെ പറഞ്ഞത്. അപ്പം അത് മനസ്സിലാക്കിയിട്ട് എഴുതുക. അടുത്തത് എന്താണ്? ബ്രിട്ടീഷുകാർക്ക് മുമ്പ് ഇന്ത്യയിലെത്തിയ മുസ്ലിം രാജാക്കന്മാർ ഇന്ത്യ ഭരിച്ചിരുന്നത് എങ്ങനെയായിരുന്നു? ബ്രിട്ടീഷുകാർക്ക് മുമ്പ് ഇന്ത്യയിലെത്തിയ മുസ്ലിം രാജാക്കന്മാർ ഇന്ത്യ സ്വന്തം രാജ്യമായി കണ്ടാണ് ഇവിടെ സ്ഥിരതാമസമാക്കിയതും രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുകയും ചെയ്തത്. മനസ്സിലാക്കാം. ബ്രിട്ടീഷുകാർക്ക് മുമ്പ് ഇന്ത്യയിലെത്തിയ മുസ്ലിം രാജാക്കന്മാർ ഇന്ത്യ ഭരിച്ചത് അങ്ങനെയാണ്. ബ്രിട്ടീഷുകാർക്ക് മുമ്പ് ഇന്ത്യയിലെ മുസ്ലിം രാജാക്കന്മാർ ഇന്ത്യ സ്വന്തം രാജ്യമായി കണ്ടാണ് ഇവിടെ സ്ഥിരം താമസമാക്കുകയും രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുകയും ചെയ്തത്. എന്നാൽ ബ്രിട്ടീഷുകാരെ രാജ്യത്തെ കൊള്ളയടിക്കുകയും തകർക്കുകയുമാണ് ചെയ്തത്. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്തത് സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ മുസ്ലിം പ്രമുഖർ ആരൊക്കെയാണ്? മമ്പുറം തങ്ങൾ, ഉമർ ഖാളി, ഷൗക്കത്ത് അലി, മുഹമ്മദ് അബ്ദുർ റഹ്മാൻ ബിൻ സാഹിബ് തുടങ്ങിയവരാണ് സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത്. അപ്പം അതിൽ തന്നെ മലബാർ സമരത്തിന് നേതൃത്വം നൽകിയ പ്രമുഖർ പറയുന്നുണ്ട്. ആലി മുസ്ലിയാർ, കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ, ചമ്പകശ്ശേരി തങ്ങൾ, പാണക്കാട് ഹുസൈൻ തങ്ങൾ, വാര്യംകുന്നത്ത് മുഹമ്മദ് ഹാജി, ഉണ്ണി മൂസ തുടങ്ങിയവർ. അപ്പോൾ ഒക്കെ 1921 നടന്ന മലബാർ സമരത്തിന് നേതൃത്വം നൽകിയവരാണ്. അതൊക്കെ മനസ്സിലാക്കുക. അടുത്തതെന്താണ്? ലോക മുസ്ലിങ്ങൾ നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾ ഏതൊക്കെയാണ് ലോക മുസ്ലിങ്ങൾ നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾ? വിവേചനം, സാംസ്കാരികാധിനിവേശം, വിഭാഗീയത, വഹാബിസം, മതനിരാശം, വർഗീയത എന്നിവയാണ് ലോക മുസ്ലിങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ. വിവേചനം, സാംസ്കാരികാധിനിവേശം, വിഭാഗീയത, വഹാബിസം, മതനിരാശം, വർഗീയത എന്നിവയാണ് ലോക മുസ്ലിങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ. മനസ്സിലാക്കുക. അടുത്ത എന്താണ്? അബ്ബാസി ഭരണകാലത്തെ വൈജ്ഞാനിക പുരോഗതിയെക്കുറിച്ചിട്ടാണ് എഴുതേണ്ടത്. 5 വരി കുറയാതെ എഴുതണം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, എന്നാലും ഒന്നും കൂടെ പറയാം. അബ്ബാസി ഖലീഫമാരുടെ കാലം ഇസ്ലാമിലെ സുവർണ കാലമായിരുന്നു. മതവിജ്ഞാനങ്ങൾ, കല, സാഹിത്യം, സയൻസ്, ഫിലോസഫി, കൃഷി, വ്യവസായം എന്നിവയിലെല്ലാം അക്കാലത്ത് പുരോഗതിയുണ്ടായി. അബ്ബാസി യുഗം വിജ്ഞാനത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും യുഗമായിരുന്നു. നിരവധി വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ സ്ഥാപിതമായിട്ടുണ്ട്. തലസ്ഥാനമായ ബാഗ്ദാദിൽ മാത്രം 1000-ലധികം മദ്രസകളും 30 ദാറുൽ ഉലൂമുകളും 20 ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉണ്ടായിരുന്നു. ലോകത്തെ ആദ്യത്തെ യൂണിവേഴ്സിറ്റിയായ അൽ അസ്ഹർ സ്ഥാപിതമായത് അബ്ബാസി കാലത്താണ്. പണ്ഡിതന്മാർക്കും ശാസ്ത്ര പ്രതിഭകൾക്കും അന്ന് വലിയ സ്ഥാനം ലഭിച്ചിരുന്നു. ഹനഫി, മാലിക്കി, ഷാഫി, ഹംബലി മദ്ഹബുകൾ ക്രോഡീകരിക്കപ്പെട്ടത് അബ്ബാസി കാലഘട്ടത്താണ്. പ്രധാന ഹദീസ് ഗ്രന്ഥങ്ങളും ക്രോഡീകൃതമായതും ചരിത്രശാഖയിലെ പ്രധാന ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടതും ഈ കാലത്ത് തന്നെയാണ്. വേദം, ഗ്രന്ഥം, രസതന്ത്രം, തത്വചിന്ത തുടങ്ങിയ വിജ്ഞാന ശാഖകളും ഈ കാലഘട്ടത്തിൽ വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ അറബി സാഹിത്യം അബ്ബാസി യുഗത്തിൽ വികസിതമായി. അതൊക്കെ ചേർത്ത് നമുക്കിവിടെ 5 വരി കുറയാതെ എഴുതാം. അടുത്ത് ചേരമാൻ പെരുമാളിനെ കുറിച്ചിട്ടാണ് 5 വരി കുറയാതെ എഴുതേണ്ടത്. നിങ്ങൾ 12ാമത്തെ പാഠത്തിൽ ഫസ്റ്റ് വരുന്ന പാരഗ്രാഫ് ഉണ്ട്, അതൊന്ന് മനസ്സിലാക്കി പഠിച്ചാൽ നമുക്ക് അതിനെക്കുറിച്ച് എഴുതാം. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ പരിശുദ്ധ ഇസ്ലാം ഇന്ത്യയിലെത്തിയിട്ടുണ്ട്. ആദ്യമായി ഇസ്ലാമിനെ ആശ്ലേഷിക്കാൻ ഭാഗ്യം ലഭിച്ചത് കേരളത്തിനാണ്.
ഒരു ഇന്ത്യൻ രാജാവ് ഒരു ഭരണി ഇഞ്ചി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹദിയ നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ നിന്ന് സഹാബികൾക്ക് ഓരോ കഷ്ണം നൽകി. എനിക്കും ഒരു കഷ്ണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോചിതത്തായ ചന്ദ്രനെ പിളർത്തുന്നത് കേരളത്തിൽ വെച്ച് കണ്ട ചേരമാൻ പെരുമാൾ ഇസ്ലാം സ്വീകരിച്ചു മക്കയിലേക്ക് പോയ സംഭവം കേരള ചരിത്രത്തിൽ പ്രസിദ്ധമാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അവിടെ താമസിക്കുകയും കുറച്ച് ദിവസം അവിടെ താമസിക്കുകയും തിരിച്ച് കേരളത്തിലേക്ക് വരികയും വരുന്ന വഴി മധ്യേ വഫാത്താവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചേരമാൻ പെരുമാളിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് അത്രയും കാലം നമുക്കിവിടെ എഴുതി കൊടുക്കാം. ഓരോ പാഠത്തിൻ്റെയും അവസാനത്തിൽ തഹസീസായി വരുന്ന കാര്യമാണ് നിങ്ങൾക്ക് ഈ 5 വരി കുറയാതെ എഴുതാൻ വരിക. അപ്പോൾ അത് ഓരോ പാഠത്തിൻ്റെയും നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ തുടക്കവും ഒടുക്കവും, ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിൻ്റെ പ്രധാന നേട്ടങ്ങൾ, ഇന്ത്യയിലെ മുസ്ലിം നവോത്ഥാനം, അങ്ങനെ ഓരോ പാഠത്തെക്കുറിച്ച് നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഇത്രയാണ് ഈ ചോദ്യപേപ്പറിലുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞ് ഞാൻ വോയിസ് ചുരുക്കുകയാണ്. എന്താ വെച്ചാൽ നമ്മൾ മുമ്പ് റിവിഷനായിട്ട് ചെയ്ത ചോദ്യപേപ്പർ ഉണ്ട്. അപ്പോൾ അതെല്ലാവരും ഉപകാരപ്പെടുത്തുക. പറഞ്ഞത് നമ്മൾ വീണ്ടും പറഞ്ഞ് ആവർത്തിക്കുന്നില്ല. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.